ഹലോ കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര മരുതിമലയിലാണ് എത്തിയിരിക്കുന്നത്. മുട്ടറപ്പാറയെന്നും പറയാറുണ്ട്, മരുതിമലയെന്നും പറയാറുണ്ട്. അപ്പം ആ പാറയുടെ കയറ്റം കണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ യൂട്യൂബിലൊക്കെ കണ്ട സമയത്ത് അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ് നടത്തം മാത്രം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നടന്ന് കയറിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. എൻ്റെ പൊന്നോ, നമ്മൾ വിചാരിച്ച കണക്കല്ല കേട്ടോ, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, കയറാനും അങ്ങോട്ട് പറ്റുന്നില്ല. 20 മിനിറ്റത്തെ എങ്ങനെ നടത്തമുണ്ടെന്ന് ആ വീഡിയോയിൽ പറഞ്ഞു. നല്ല കയറ്റമുണ്ട്, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. എനിക്ക് ഇച്ചിരി കയറിയപ്പോൾ തന്നെ മുട്ടിന് വേന എടുക്കാൻ തുടങ്ങി. നല്ല കയറ്റമുണ്ട്. അല്ല, ഇത് അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഒരു സ്റ്റെയർ ഒക്കെ വരുന്നുണ്ട്. സ്റ്റെയർ അല്ല, സ്റ്റെപ്പ്, പടികള്. ആ, പടികള്, പടവുകള്. അമ്മേ, എൻ്റെ അമ്മച്ചി. നിങ്ങൾ കാണുന്നുണ്ടോ? കയറ്റം കാണുന്നുണ്ടോ? അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുമുണ്ട്. അയ്യോ, പറഞ്ഞ നാസി തന്നെ ആദ്യം കുഴഞ്ഞു. അയ്യോ, ഇത് കേറാൻ ഇത്തിരി പാടാട്ടാ എൻ്റെ അമ്മേ. അയ്യോ, ബെഡ് റെസ്റ്റോ നമ്മൾ വിചാരിച്ച കണക്കല്ല കേട്ടോ. നമ്മള് വിചാരിച്ചൊക്കെ നിങ്ങൾ കാണുന്നില്ല. ഇത് നോക്കി കുത്തനെ കിടക്കുന്ന കയറ്റം. അങ്ങ് താഴെ റോഡൊക്കെ താഴെയോ, വണ്ടി പോലില്ല. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഏറ്റവും നല്ല കയറ്റം. എനിക്കില്ല ട്രക്കിങ്ങിനൊക്കെ പോയൊരു ഫീൽ കിട്ടുന്നത്. കാട്ടില് നമ്മള് പല്ലെടുത്തതിന്റെ വേല നിനക്ക് ഫീൽ കിട്ടുന്ന കാലിലാന്ന് തോന്നുന്നത്. കറക്റ്റ് ട്രക്കിങ്ങിന് പോയൊരു ഫീല്. എന്തുകൂടെ ചരിഞ്ഞൊക്കെ പോകും നമ്മള്. ഭയങ്കര കയറ്റം. അടിപൊളി. എന്നെ വിളിച്ചോണ്ട് വന്നേ, ഞാൻ പറഞ്ഞ പനിയാ, പറ്റത്തില്ല. നിനക്ക് നീണ്ടു പോവാ. എന്താ നോക്ക് കയറണം ഇവിടെ. ടാസ്കാ. ഇത് കയറാൻ ഇത്തിരി പാടാണ് കൂട്ടുകാരെ. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മേളിൽ കയറിയിട്ട് എന്താണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ എന്തെങ്കിലും ബലം ഉണ്ടോ നമുക്ക് നോക്കാം. ബലം നോക്കാൻ പറ്റിയ സ്ഥലത്തോട്ടാ കയറി പോകുന്നത്. കറക്റ്റ് എനിക്ക് നമ്മുടെ തമിഴ്നാട്ടിലൊരു മലയുണ്ടേ, ഇവിടെ കമ്പിയൊക്കെ ഇടപെടുന്നുണ്ട് പിടിച്ച് കയറാനൊക്കെ. പിടിച്ച് കയറാനല്ല, വെള്ളത്തിന്റെ പിടിച്ച് കയറാനുണ്ട്, സേഫ്റ്റിക്ക് കൊടുത്ത്. വെള്ളത്തിന്റെ കമ്പി. ഇതാണോ വഴി? ഇതിലെങ്ങനെ? ആ ചേട്ടൻ പറഞ്ഞ ഇടത്തോട്ടൊന്നും പറഞ്ഞു. വലിയ ഇടത്തോട്ട് തിരിഞ്ഞുള്ള വഴി. അതാണോ? ഞാൻ കയറുന്ന പുറേ കൂടെ വന്നാലും എടുക്കും. അടിപൊളി എക്സ്പീരിയൻസ്. എവിടെ അടിപൊളി? നല്ല എക്സ്പീരിയൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഇത് കണ്ടില്ലേ ഇതേപോലുള്ള സ്ഥലത്തോളം വണ്ടി പോലും കാണാൻ പറ്റത്തില്ല. കുറെ നാളുടെ ട്രക്കിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എൻ്റെ വെള്ളം മാറ്റിട്ട് കയറണ്ടായിരുന്നു. ക്യാമറ തരാമോ? ഞാൻ പിടിക്കാം. അവന് അത് കയറാൻ പറ്റത്തില്ല, അതാ ഞാൻ ക്യാമറ മേടിച്ചത്. കയറുക, പയ്യ കയറുക. ഇത്തിരി പാടാ കേട്ടോ എൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ട്. കൊച്ചുകുട്ടികൾ ആരും ഇത് കണ്ട കൊച്ചുകുട്ടികളായിട്ട് ഇതിവിടെ വരുന്നത് ഇത്തിരി റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലടാ, വെള്ളത്തിൻ്റെ പൈപ്പ്. എൻ്റെ അമ്മേ, പറ്റാത്ത അവസ്ഥ. വീടല്ലേ
നല്ല പാടാണ്, നല്ല പാടാണ് കേട്ടോ. വീഴല്ലേ, വീഴ സാധ്യതയുണ്ട്. പയ്യെ ഇതിനകത്തോടെ വെള്ളമൊന്നും പോകുന്ന പൈപ്പൊന്നും അല്ലടാ. അടിപൊളി, അടിപൊളി എന്ന് പറഞ്ഞ സ്ഥലം. നീ കയറണോ? അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഇനിയും കയറണം. ഞാൻ വെച്ച് ഞങ്ങൾ വിചാരിച്ച് എത്തിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചതാ. ഇതിന്റെ മേളില് ഇതിലോക്കടാ മതി ഇതോക്കടാ. ഇതിന്റെ മേളിൽ ഇത് കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം. അതാ വഴി, ഞാൻ അന്നേരം പറഞ്ഞില്ല. മേലെ അതൊന്നും ഇപ്പൊ ഉണ്ട്. അയ്യ കയറുന്നതിന് മുമ്പായിട്ട് പകുതി ബെഡ് റെസ്റ്റ്. അങ്ങനെ കൂട്ടുകാരെ ഫൈനലി നമ്മൾ മുട്ടറപ്പാറയുടെ മുകളിൽ എത്തി, മരുന്നുമല പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസിന് ബാക്കി പത്രം താഴെ കിടക്കുന്നത്. എന്തോ ഒരു കാറ്റാണെന്നറിയാമോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അത്യാവശ്യം കൊട്ടാരക്കരയുടെ അത്യാവശ്യം ഭാഗങ്ങളെല്ലാം കാണുമെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്ടാ. സത്യത്തിൽ അല്ല, എനിക്ക് എന്തോ പോലെ അത്യാവശ്യം നമ്മൾ വരുമ്പോൾ വെള്ളം കൊണ്ടുവരണം. അത് മെയിനായിട്ട് വെള്ളം വേണം. നല്ലതൊന്നും എന്റെ വായി വരത്തില്ല. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സ്ഥലം അടിപൊളി. ഇതിന്റെ മേളിലോട്ട് കയറി നോക്കാം. മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അടുത്ത ഇനി കയറാനുണ്ട്. എന്തുവാണ് വെള്ളം ഉണ്ടായിരുന്നു, എടുക്കാതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വരാനുള്ള സ്ഥലമാണ് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ വന്ന്. അവിടെ പോയിട്ട് വരാം. എന്താ അങ്ങോട്ട് വാ. നല്ലതല്ലേടാ? അല്ല എന്നോ എന്തായാലും വന്ന് എടുക്കണോ? അടിപൊളി. എന്തായാലും നമ്മുടെ ഫലം കണ്ടെന്താ വാഗമണ്ണൊക്കെ പോകുമ്പോ സൂയിസൈഡ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഊരും തോന്നാ. എന്തായാലും കഷ്ടപ്പെടാൻ ഫലമില്ലാതിരുന്നില്ല, ഫലം ഉണ്ടായി. കറക്റ്റ് എനിക്കില്ല തമിഴ്നാട്ടിലെ മലയെ ഓർമ്മ വരുന്നത്. എന്തായിരുന്നു, മുനിമലയോ എന്തോ അങ്ങനെ എന്തോ ഒരു പേരാണ്. പൊള്ളി സ്ഥലം കേട്ടോ. കൊല്ലക്കാരാണെങ്കിൽ ഇപ്പോഴായി അല്ല, ഇപ്പൊ നിങ്ങൾ നല്ല വെയിലടിക്കുന്ന പോലെ തോന്നുമായിരിക്കും. സത്യത്തിൽ വെയിലിന് ചൂടില്ല, നല്ല തണുത്ത കാറ്റെന്ന് വെച്ചാൽ അന്യായ കാറ്റ്. ഞങ്ങൾ കയറി വന്നപ്പം വീർത്ത് കുളിച്ച് നല്ല കാറ്റ്, രണ്ട് കാറ്റ് കണ്ടില്ലേ കാറ്റടിച്ചിട്ട്. കയറി വരുന്നൊരു പാടേ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. സത്യത്തിൽ ഇവിടുത്തെ വ്യൂ നോക്കാം, അടിപൊളി വ്യൂ. കണ്ടില്ലേ എന്നാ വ്യൂ ആണ് നോക്കിയേ. കൊട്ടാരക്കര ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വിശ്വാസമാവും. ഇതുപോലെ പിത്തം പിടിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കറക്കം പിടിച്ച കോഴികള് ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ വ്യൂ മാത്രമല്ല, കേട്ടോ അപ്പുറത്തെ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു കാടിൻ്റെ നടുക്കൂടെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. നടന്നുകൊണ്ട് പോവുകയാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. ഈ മുട്ടറ ഞാൻ സത്യം പറഞ്ഞ് മരുന്നുമലയെന്ന് കേട്ടപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറേ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേളിൽ കയറി വരാൻ, പക്ഷെ എങ്കിലും അന്യായ വ്യൂ ആണ് ഇവിടെ നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കണ്ണിലൊക്കെ പോച്ച വന്നിരിക്കും. ഇവിടുത്തെ എക്സ്പീരിയൻസ് പൊളി എക്സ്പീരിയൻസ്. അതായത് ഇപ്പോൾ കണ്ടില്ലേ കാടിന് നടുക്കൂടെയാണ് ഞങ്ങൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേക വൈബാണ്, ഒരു വല്ലാത്തൊരു വൈബാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. ജീവിതത്തിൽ ആദ്യത്തെ അഡ്വഞ്ചർ ട്രിപ്പ് അല്ല അഡ്വഞ്ചർ ട്രിപ്പ് ഞാൻ ഇതിന് മുമ്പും പോയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു ട്രക്കിങ്ങിന് പോകണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ സാധിച്ചു കിട്ടി. ഞാൻ അതാ പറഞ്ഞത്, ഇത് ഇവിടെ ഒരു നമുക്ക് വിശ്രമിക്കാനാണോ എന്ത് സംഗതി നോക്കട്ടെ. ഇവിടെ നാരങ്ങളൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ ഒരു മണ്ഡപം കണ്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഇനി സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറേ സ്ഥലങ്ങളുണ്ട്, കാണിച്ചു തരാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
വെള്ളം കുടിക്കട പടാ. വെള്ളം കുടിക്കാൻ നടന്ന് ക്ഷീണിച്ച് വെള്ളം കുടിക്കണം എങ്ങനെയാണ്. കട മാത്രമേ ഉള്ളൂ, ഒന്നും വന്നല്ലോ. ആടാ കടയുണ്ട്, നോക്കട്ടെ എന്താണോ കിട്ടുന്നതെന്ന്. കടയല്ലടാ അത്, മഴ ചെയ്യുമ്പോൾ കയറിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അയ്യോ ദേ എന്തോ കടയിലുള്ളത് ചുറ്റമ്പൽ നിർമ്മാണ ഫണ്ട് എന്തോ ഇതിന്റെ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ കടയാണെന്ന് പറഞ്ഞ് ഓടി വന്നേ നാരങ്ങളം കുടിക്കാൻ. ഇപ്പം മേളോട്ട് കയറാം. ആ അമ്പലം. കട കിട്ടണമെങ്കിൽ താഴെ പോകണം തോന്നടാ. നമ്മള് വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറുവാണേ. ഞങ്ങള് വലിയ കാര്യത്തിലാണെങ്കിലേ വെള്ളം കുടിക്കാൻ കടയും തപ്പി പോയതാണ്. കട ഒരു ഇത് കണ്ടപ്പോൾ പെട്ടിക്കട പോലെ കണ്ടപ്പോൾ ഞങ്ങൾ ഓടിയത് അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാനായിട്ട്. അതെന്തോ ഒരു സമാനമായിരുന്നു. ഇനി ഇവിടുത്തെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഓ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നേ. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമ്മൾ ആ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാണ്. കുറച്ച് പാടായിട്ടോ ഇവിടെ വന്നിട്ട്. നമുക്ക് സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം മൊത്തം ഇതുപോലെ ഇങ്ങനത്തെ പുല്ലുകളും കുറേ പാറകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും പോളി സ്ഥലമാണ് ഇവിടെ. എന്താ പറഞ്ഞിട്ട് ട്രക്കിങ്ങിന് അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്രേമികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പോളി സ്ഥലമാണ്, പൊളി വൈബാണ്. ഇപ്പം ഞാൻ ഇത്രയും ഇൻട്രസ്റ്റോടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. അതിലേക്കൂടെ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാ. എന്നാ കാറ്റാന്ന് പറയാ, അടിപൊളി കാറ്റാ, പൊളി കാറ്റ്. ഇവിടെ മൊത്തം പാറ കേട്ടോ, ഫുള്ള് പാറയാണ്. ഇത്രയും ഇനി ഇറങ്ങി പോകുമ്പോ ഉള്ള പാടാണ്. ഇറങ്ങാൻ എളുപ്പമായിരിക്കും, ഇങ്ങനെ കാലം ഉരുണ്ടങ്ങ് പോയിക്കോളൂ. നീ ഉരുണ്ട് പോക്കോ, ഞാൻ നടന്നോളാം. അങ്ങനെ നമ്മള് വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറുവാണ്. നാസി ഭയങ്കര താല്പര്യത്തോടെ കയറുവാണ്. ഇത് പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. ഇതിലേ ആയിരിക്കത്തില്ലടാ, ഇത് സ്റ്റേഷനിലോട്ടുള്ള വഴിയല്ലേ? ഉണ്ടോ? അതായത് ടാങ്ക് ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിലുള്ള കമ്പിയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ എന്തോ ഇതൊക്കെ തട്ടവും പേടിയാവുന്നു. മൊത്തം കാട്, ഫുള്ള് കാട്. നടക്ക്. സത്യത്തിൽ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തിരി പേടിക്കുന്നൊരു സ്ഥലം കേട്ടോ. ഷോർട്ട് ഫിലിമിന് സിനിമയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. നല്ല ഹൊറർ വൈബിലുള്ള സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എൻ്റെ കൂട്ടുകാരെ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇത് നോക്കിയേ, ഇപ്പം ഞങ്ങൾ താഴെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ, കറക്റ്റ് നമ്മളില്ല ഏതോ ഒരു ഗുഹയിൽ ചെന്ന് പെട്ട ഒരു ഫീല്. നോക്കി ആ പൊളി കേട്ടോ, പൊളി. ഇവിടെ കാറ്റാണ് മെയിൻ. അതിയായ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. സത്യം പറയാൻ കൂട്ടരെ, പൊളി സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇവിടെ അത്രയും കാറ്റില്ല കേട്ടോ, മേളിലാണ് കൂടുതലും കാറ്റ് കിട്ടുന്നത്. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് കാറ്റ് പോരാ, പക്ഷെ മേളിൽ നല്ല കാറ്റാണ്. എങ്ങനെയുണ്ട് നാസി? ഇവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മള് വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറുകയാണ്.
ഇത്രയും നേരം നമ്മൾ കണ്ടത് കൊട്ടാരക്കര മുട്ടറയിലുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ.